ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്റ്റ് ബോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പുതിയ വീഡിയോ മൈസൂരിൽ നിന്നുള്ള പുതിയ കാഴ്ചകൾ. മൈസൂരിലെ അക്വാ വേൾഡാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അക്വാ വേൾഡിലെ കാഴ്ചകളിലേക്ക് പോയാലോ? അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും സ്വാഗതം. അക്വാ വേൾഡ് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. കുട്ടികളെയൊക്കെ ആയിട്ട് നേരെ കാണാൻ പോകുന്നുള്ളൂ. പ്രയാഗ അക്വാ വേൾഡ് വലിയൊരു അക്വേറിയമാണ്. ഇതിൽ പല ടൈപ്പുള്ള നമ്മുടെ അലങ്കാര മത്സ്യങ്ങളെ കാണാൻ പറ്റും. ഇപ്പം ഞങ്ങൾ നടക്കുന്നത് ഒരു ടണൽ പോലൊരു സ്ഥലത്തിലൂടെയാണ്. അതിൻ്റെ 3 വശം, അതായത് നമ്മുടെ 2 സൈഡിലും മുകളിലും മൊത്തം മീനുകളാണ്. നല്ല കുഞ്ഞു കുഞ്ഞു മീനുകൾ തൊട്ട് വലിയ അരോണ എന്ന് പറയുന്ന വലിയ മീനുണ്ടല്ലോ, വലിയ മീൻ വരെ ഇവിടെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മളൊരു സമുദ്രത്തിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്ന ഒരു ഫീലാണ്. മൈസൂർ വരുന്ന ആൾക്കാർ ഒരിക്കലും ഇവിടെ മിസ് ചെയ്യരുത്. നല്ലതായിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലമാണ്. പ്രയാഗ പ്രയാഗ എണ്ണോടി പ്രയാഗ ഭയങ്കര ബിസിയാ. എണ്ണുവാ ഒന്ന് നോക്കാമോ? ഹലോ ബേബി, ഒന്ന് നോക്കോ ബേബി? ഒരു സെക്കൻഡ് ഇവിടെ നോക്കി. അബി വേണോ? ഇവിടെ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കേ. 3 പേരും അങ്ങോട്ട് നോക്ക്, 3 പേരും ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കിക്കേ. പ്രയാഗയാണെങ്കിൽ ഓരോ മീനിനായിട്ട് എണ്ണുവാണ്. 1 തൊട്ട് 100 വരെ എണ്ണി. അവിടെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇവിടെ അത്യാവശ്യം ടിക്കറ്റ് ചാർജസ് ഉണ്ട്, പക്ഷേ എങ്കിലും വെർത്താണ്. നമ്മൾ മൈസൂർ ബാക്കി സ്ഥിരമായിട്ട് നമ്മൾ പാലസ് ഗാർഡൻ എല്ലാം വന്ന് കാണുന്നതാണ്. അതുപോലെ അല്ലാതെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങൾ, അതായത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മത്സ്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം റെക്കമെൻഡ് ചെയ്യുന്നത്. കുട്ടികളെ ഉറപ്പായിട്ടും കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു സ്ഥലമാണ്. crocodile fish.
കണ്ടോ നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടഡ് ഫിഷസൊക്കെ നല്ല വലുപ്പമുള്ള മീനുകളൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പല വിധത്തിലുള്ള പേരൊന്നും അറിയില്ല, പല മീനിൻ്റെയും പേരൊന്നും അറിയില്ല. അങ്ങനെ പലതരത്തിലുള്ള മീനുകൾ, നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലാത്ത പല മീനുകൾ ഇങ്ങനെ ഒരു കടലിനടിയിൽ നമ്മൾ ചെല്ലുന്നൊരു ഒരു എഫക്റ്റിൽ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുകയാണ്. നമ്മുടെ തലയ്ക്കും മുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ നീന്തി പോകുന്ന നല്ല രസമാണ് കേട്ടോ കാണാൻ. ഹലോ ഗൈസ്, ഏത് ഫിഷ? Come on. Okay, come on. ചിരിക്കുന്ന ഫിഷാ? വിശക്കുന്നു കൊണ്ടാണോ വാ തുറക്കുന്നേ? ഓക്കെ 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 ഓക്കെ. നാക്ക് നീട്ടുന്നുണ്ടല്ലേ? ഡയമണ്ട് പോലത്തെ ഫിഷ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കണ്ടോ, ഈ ഫിഷ് എല്ലാം നല്ലതാണ്. ഇത് വെല്ലോ ഫിഷ് ഗോൾഡൻ. ഇത് കണ്ടോ, ഈ ഫിഷ് കണ്ടോ, അടിപൊളി ഫിഷുകളായതെല്ലാം സൂപ്പർ. ഓക്കെ, ഇതെന്നെ കാണിക്കാൻ ഞാൻ പറയാം. ഇത് കണ്ടോ, ഇതെല്ലാം നല്ല ഫിഷുകൾ. ഇത് കണ്ടോ, മേളിൽ സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാർ ഫിഷുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ അക്വാ വേൾഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മൈസൂരിനോട് വിട പറഞ്ഞ് പോവുകയാണ്. അടുത്ത ദിവസം ഞങ്ങൾ പോകുന്നത് കൂർഗിലേക്കാണ്. കൂർഗിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. താങ്ക്